വെള്ളത്തിൽ വീണ ജീപ്പ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുവാണ്. നാട്ടുകാരാണ് വെള്ളത്തിലിറങ്ങി അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായി ജീപ്പിനുള്ളിൽ കൂടി കടന്ന് റോപ്പ് ജീപ്പിനുള്ളിൽ കൂടി കടത്തിവിടാനുള്ള ശ്രമമാണ്. ജീപ്പിനുള്ളിൽ കൂടി മുറുകെ കയറ്റി റോപ്പ് കണക്ട് ചെയ്യുകയാണ്. അത് കണക്ട് ചെയ്തതിന് ശേഷം ക്രെയിനുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. വളരെ ഇടുങ്ങിയ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കറണ്ട് കമ്പിയൊക്കെ അടുത്തുകൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ. മുകളിലോട്ട് കൂടുതൽ പൊക്കാനും പറ്റത്തില്ല. ഉയർത്തിയെടുക്കാനുള്ള ശ്രമമാണ്. ജീപ്പിനുള്ളിൽ നിറയെ വെള്ളമായതുകൊണ്ട് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് വേണം പൊക്കാൻ. ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. റോഡിൻ്റെ സൈഡിലൊരു കുറ്റി നിൽപ്പുണ്ട്. കുറ്റിയിൽ തട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ആദ്യ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിനെയും തള്ളി മുന്നോട്ട് നീക്കിയിട്ട് വേണം അടുത്തത് മുകളിലോട്ട് പൊക്കാൻ. ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ കുറ്റിയിൽ തട്ടി ജീപ്പിൻ്റെ ബാക്ക് ഗ്ലാസ് ഫുൾ പൊട്ടിപ്പോയിരിക്കുകയാണ്. കാല് നോക്കണേ, കാല് വളരെ ശ്രദ്ധിച്ചേ. പൊങ്ങട്ടെ, തിരിഞ്ഞു തിരിഞ്ഞു മോനെ, ഇടിക്കില്ല അങ്ങനെ മഹീന്ദ്ര താർ വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലോട്ട് ഉയർന്നു വരുന്നതാണ് ഈ കാണുന്നത്. ഡോറിനകത്തൊക്കെ വെള്ളം കയറി വെള്ളമെല്ലാം പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുറകിൽ കുറ്റിയിലിടിച്ച് ഗ്ലാസ് പൊട്ടിയതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. എല്ലാം കുഴപ്പമില്ലാതെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ പയ്യെ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ്. ചെറിയ സ്ഥലമായതുകൊണ്ടാണ് ലാൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി ട്രെയിൻ അങ്ങോട്ട് മുകളിലോട്ട് ഉയർത്താനും പറ്റും. അങ്ങനെ ഒരു വിധത്തിൽ മഹീന്ദ്ര താർ നേരെ റോഡിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഡോറ് തുറന്നപ്പോൾ അകത്തുനിന്ന് വരുന്ന വെള്ളം കണ്ടു. നിറഞ്ഞ വെള്ളം, ചെളിവെള്ളമാണ്. എല്ലാം ഇനി ഇറക്കി വിടണം. വെള്ളത്തിൽ വീണ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നാട്ടുകാരും കണ്ടു നിന്നവരും എല്ലാം കൂടെ കൂടി വണ്ടി ഉന്തി റോഡിൽ എത്തിച്ചിട്ടുണ്ട്.